ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 മെഗാ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് വമ്പർ പ്രിപ്പറേഷൻസുമായി തിരക്കിലാണ് രാജസ്ഥാൻ റോയൽസ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡിൻ്റെ വരവ്. ഇന്ത്യ T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാക്കിയ പകിട്ടോടുകൂടിയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ എല്ലാമായിരുന്ന അവരുടെ മുൻ താരവും ക്യാപ്റ്റനും മെൻറ്ററുമൊക്കെ ആയിരുന്ന രാഹുൽ ദ്രാവിഡ് എത്തുന്നത്. T20 വേൾഡ് കപ്പ് നേടിയ ഒരു ടീമിൻ്റെ പരിശീലകൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ഹെഡ് കോച്ചായി വരുമ്പോൾ കപ്പിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം കാണുന്നില്ല. 2008 പ്രഥമ IPL ചാമ്പ്യന്മാരായതിനു ശേഷം കിരീട വരൾച്ച നേരിടുന്ന RRനെ സംബന്ധിച്ച് രാഹുൽ ദ്രാവിഡ് വരുമ്പോൾ അവർക്ക് കപ്പിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വയ്ക്കാനില്ല. അതുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫേഴ്സിനും ഡീൽസിനുമൊക്കെ വേണ്ടി തിരക്കിൽ തന്നെയാണ് RRൻ്റെ മാനേജ്മെൻറ്റ്. നേരത്തെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അദ്ദേഹത്തെ RR റിലീസ് ചെയ്യുമെന്ന അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ദ്രാവിഡ് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായി മലയാളി താരം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ദ്രാവിഡ് വരുമ്പോഴും RR നായകനായി സഞ്ജു തന്നെയാകും ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, ദ്രാവിഡ് വന്നതിന് പിന്നാലെ ചില വമ്പൻ പദ്ധതികളിലാണ് രാജസ്ഥാൻ റോയൽസ്. താരലേലത്തിന് മുമ്പ് പല താരങ്ങളുമായും RR മാനേജ്മെൻറ്റ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ രാഹുൽ ദ്രാവിഡ് വന്നതിന് ശേഷം ചില IPL താരലേലത്തിന് മുമ്പ് തന്നെ ചില വമ്പൻ താരങ്ങൾ ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസിലേക്ക് ട്രാൻസ്ഫറായി വന്നേക്കാം. അപ്പോൾ പല വമ്പൻ താരങ്ങളെയും RR കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രാജസ്ഥാൻ്റെ ചില ടാർഗറ്റ് പ്ലെയേഴ്സ് ആരൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ഹെഡ് കോച്ച് ചുമതല ഏറ്റെടുത്ത ശേഷം രാജസ്ഥാൻ റോയൽസിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് ഒരു രോഹിത് ശർമ്മയെക്കുറിച്ച് അപ്ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, താരലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് വിടുകയാണെങ്കിൽ രോഹിത് ശർമ്മയെ എന്ത് വില കൊടുത്തും കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ രാജസ്ഥാൻ റോയൽസ് ശ്രമിച്ചേക്കും. അതിനാൽ തന്നെ RRൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് പ്ലെയർ തന്നെയാണ് ഹിറ്റ്മാൻ. നമുക്കറിയാം, മുംബൈ വിട്ടാൽ വമ്പൻ ഓഫറുമായി തന്നെ താരത്തെ കൊണ്ടുവരാൻ RR ശ്രമിക്കും. ഇന്ത്യക്ക് T20 വേൾഡ് കപ്പിൽ ഫലം കണ്ട രോഹിത് ദ്രാവിഡ് കോംബോ ഈ ഡീല് നടന്നാൽ രാജസ്ഥാൻ റോയൽസിന് ഗുണം ചെയ്യും. അതിനാൽ തന്നെ രോഹിത് ശർമ്മയായിരിക്കും RRൻ്റെ പ്രധാനപ്പെട്ട കീ ടാർഗറ്റ്. അതോടൊപ്പം തന്നെ കുറേ കാലമായി രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഒരു പേസ് ഓൾറൗണ്ടറുടെ അഭാവം. മുൻ സീസണുകളിൽ വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള ജേസൺ ഹോൾഡർ കഴിഞ്ഞ 2022 IPL സീസണിൽ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ താരത്തിന് സാധിച്ചില്ല. കഴിഞ്ഞ സീസണിലും ഒരു മികച്ച പേസ് ഓൾറൗണ്ടറുടെ അഭാവം അവരുടെ കൂടാരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ അതായിരിക്കും ദ്രാവിഡ് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ഏറ്റവും പ്രധാനമായും നികത്താൻ പോകുന്ന ഒരു വിടവ്. അതിനാൽ തന്നെ ആ ഒരു റോളിലേക്ക്, അതായത് ഒരു പേസ് ഓൾറൗണ്ടറുടെ റോളിലേക്ക് നിലവിൽ രാജസ്ഥാൻ റോയൽസ് ടാർഗറ്റ് ചെയ്യുന്നു എന്ന അപ്ഡേറ്റുകൾ വരുന്നത് 2 താരങ്ങളെയാണ്. 2 ഓസീസ് താരങ്ങൾ, ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മിച്ചൽ മാർഷിനും അതോടൊപ്പം തന്നെ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ മാർക്കസ് സ്റ്റോയിനിസിനുമാണ് നിലവിൽ ആ ഒരു പേസ് ഓൾറൗണ്ടറുടെ റോളിലേക്ക് രാജസ്ഥാൻ റോയൽസ് ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം, അതിൽ മിച്ചൽ മാർഷുമായിട്ടുള്ള ഡീല് നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയുണ്ട്. കാരണം ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ മിച്ചൽ മാർഷിനെ റിലീസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ താരലേലത്തിന് മുമ്പ് തന്നെ ചർച്ചകളിലൂടെ താരത്തെ കൊണ്ടുവരാൻ RR ശ്രമിച്ചേക്കും. അതേസമയം മാർക്കസ് സ്റ്റോയിനിസിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, LSG അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡീല് നടക്കാൻ സാധ്യത വളരെയധികം കുറവ് തന്നെയാണ്. ഇനി ചില വമ്പൻ താരങ്ങളെ രാജസ്ഥാൻ റോയൽസ് വിട്ടുകളയാനും സാധ്യതയുണ്ട്. നമുക്കറിയാം, ധ്രുവ് ജൂറൽ, ബിഗ് ഹിറ്ററായിട്ടുള്ള ഷിംറോൺ ഹെറ്റ്മേർ, അതോടൊപ്പം തന്നെ ഓൾറൗണ്ടർ രവിചന്ദ്രൻ അശ്വിൻ തുടങ്ങിയവർ RR വിട്ടേക്കാം. അതോടൊപ്പം തന്നെ ട്രെൻ ബോൾട്ടിനെ ഒരുപക്ഷെ RR നിലനിർത്താൻ സാധ്യത കുറവാണ് റിലീസ്. കാരണം നമുക്കറിയാം, ജോസ് ബട്ട്ലർ ആയിരിക്കും ഒരുപക്ഷെ അവരുടെ ഫോറിൻ റിട്ടേൺസിനായിട്ട് വരാൻ പോകുക. അങ്ങനെയാണെങ്കിൽ ബോൾട്ടിനെ റിലീസ് ചെയ്തുകൊണ്ട് പകരം താരലേലത്തിലൂടെ വമ്പൻ തുകയ്ക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനും RR ശ്രമിച്ചേക്കും. ഇതാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ചില വമ്പൻ താരങ്ങളുമായിട്ട് ചർച്ചകൾ RR തുടങ്ങിയിട്ടുണ്ട്. വമ്പൻ സൈനികങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എസ്പെഷ്യലി രാഹുൽ ദ്രാവിഡൊക്കെ വന്നതിന് പോലെ, കാരണം T20 വേൾഡ് കപ്പ് ചാമ്പ്യനായി ഇന്ത്യയെ T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാക്കിയ ഒരു പരിശീലകനാണ് രാഹുൽ ദ്രാവിഡ്. അങ്ങനെ ഒരു കോച്ചിന് കീഴിൽ കളിക്കാൻ സ്വാഭാവികമായിട്ടും യങ്ങർ പ്ലെയേഴ്സ് അടക്കമുള്ളവർ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രാഹുൽ ദ്രാവിഡുമായി ചേർന്നൊരു പക്ഷേ വമ്പൻ ഡീലിങ്ങുകൾ രാജസ്ഥാൻ റോയൽസ് നടത്തിയേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.